ഹലോ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ടൈപ്പാസ് റിയാക്ഷൻ. ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ എക്സോറസിന്റെ ദ ലെജൻഡ് ഓഫ് അരണ, അതായത് അരണപുരാണം എന്ന ആ ഒരു ചെറിയൊരു ആനിമേഷൻ സ്റ്റോറിയാണ്, ഒരു ആനിമേഷൻ ഫിലിമാണ് കാണാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ മുന്നത്തെ ഒരു നമ്മളൊരു ഷോർട്ട് സ്റ്റോറി നമ്മൾ റിയാക്ഷൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം അത് ആൾക്കാർ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. അരണപുരാണം. ബഹളമായി റെക്കോർഡ് ചെയ്യാനാ. അരണയുടെ ഒന്നിന്റെ കഥ എന്ന് പറയാമോ? ഓന്ത് അരണയുണ്ടല്ലോ, രണ്ടുപേരും കുറച്ച് വെള്ളം കൊണ്ടുതരാൻ പറയും. എനിക്ക് ദാഹിക്കണം എന്ന് പറഞ്ഞു. ദൈവം ദൈവം ഇതിനൊക്കെ ഇത് നോക്കരുത്, തത്വമൊന്നും നോക്കരുത്. ദൈവം പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പം ഇവന് ഓടി ചെന്നിട്ട് മൂത്രം ഒഴിച്ചു കൊണ്ട് കൊടുത്തു. ഓന്ത് മറ്റവൻ തിരക്ക് നടന്ന് കുറച്ച് വെള്ളം കിട്ടും. തുമ്പിളിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാക്കി കൊടുത്തു. അവനെ കണ്ടാലും പറയും, കാരണം എന്താ വെച്ചാൽ കുറിയെ കിട്ടി ഭയങ്കര എന്താ നല്ല അപ്പൊ വെള്ളം കൊടുത്തതിനെ അനുഗ്രഹിച്ചു, ഇവന് ശപിച്ചു. പക്ഷെ വരണക്ക് നിനക്കെന്താ വേണ്ടെന്ന് ചോദിച്ചു. വരണം, എനിക്ക് ഇച്ചിരി വിഷം എന്റെ ഉള്ളിൽ കാണണം, എനിക്ക് എല്ലാരെയും കടിക്കണം. ഭയങ്കര ചെറിയ ആഗ്രഹം, കുറച്ച് വിഷം കിട്ടിയാൽ മതി. എന്നിട്ട് ചിരിച്ചിട്ട് അവിടെ മറ്റേ കവിളിലൊക്കെ എന്താ പറയാ ബ്ലഷിങ് വന്നിരിക്കുന്നുണ്ട. എന്നാ ശരി, നിനക്ക് വിഷം തരാന്ന് പറഞ്ഞു. ആ ഉള്ളി വിഷം കൊടുത്തു. അപ്പൊ ഇയാളുടെ ഈ അണ്ണയുടെ ശല്യം അങ്ങ് സഹിക്കാൻ വയ്യാതെയായി. അപ്പൊ മനുഷ്യൻ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോഴത്തേക്ക് അരണയെ വരുത്തി. ഞാൻ പരമാവധിച്ചിട്ട് ഞാൻ വെള്ളം തന്നിട്ടല്ലേ, ഞാന് കടിക്കാൻ ചട്ടു പോണം എല്ലാവരും എന്ന് പറഞ്ഞു. കാര്യത്തില്ല, ഇതിനൊരു അനുഗ്രഹം കൂടെ കൊടുക്കും, എപ്പോഴും മറന്നു പോട്ടെ എന്ന്. ഒരു സാധനം അനക്കം കണ്ടാണല്ലോ, ആരുടെയോ ഓടി ചെല്ലും ധൃതി വെച്ച്. അവിടെ ചെല്ലുമ്പോ ഞാൻ എന്തിനാ വന്നൊരു നോട്ടം നോക്കും, പിടി കിട്ടുക പറന്നു പോകും. ഈ അരണയുടെ സോങ് പറഞ്ഞാൽ ചില നമ്മൾക്ക് ഒരേപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് ചില കാര്യങ്ങൾ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറയാൻ ചെല്ലും, പക്ഷെ അപ്പോഴത്തേനും ഞാൻ മറന്നു. ആ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ട്. അതിന് ദൈവത്തിന് ശാപമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ചില കാര്യങ്ങൾ ഓർമ്മക്കുറവും എനിക്കുണ്ട്. അനക്ക് വിഷമം, പക്ഷെ അവൻ കടിക്കുകയില്ല. കൊതിയില്ലാണ്ടല്ല. ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ കേൾക്കാൻ രസമല്ലേ? പിന്നെ കേട്ടോ, നല്ല നല്ല ഒരു ഷോർട്ട് ഫിലിം, നല്ലൊരു ഫീലിംഗ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. അത് എന്താ പറയാ, ഞാനും പണ്ട് ഇങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, അരെണ്ണം കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും പേടിയായിരുന്നു പണ്ട്. എന്താ പണ്ട് ഈ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴേ എനിക്കൊക്കെ നമ്മുടെ പറമ്പുണ്ടല്ലോ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ കളിക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ ചെറിയൊരു മരത്തിന്റെ അവിടെ ഇങ്ങനെ മറ്റേ പണ്ടത്തെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുക. അപ്പൊ എന്റെ കൂടെ എന്റെ പൂച്ചയൊക്കെ ഉണ്ടാവും. ആ ഒരു സമയത്ത് കൂടുതലും കാണുന്ന അരണയാണ്. അപ്പൊ എന്തോ ഒരു മരത്തിന്റെ ഇങ്ങനെ ഒരു എന്തോ തട്ടിയിട്ട് എന്റെ അവിടെ ഇങ്ങനെ കാലിങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞു. ഞാൻ അരണ വെച്ചെന്നും പറഞ്ഞ് വീട്ടിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്കിത് കണ്ടപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. അപ്പോഴാണ് ഞാൻ അമ്മ പറഞ്ഞ്, ഡി അരണ കടിക്കലടി, അരണ നമ്മുടെ അടുത്തോട്ട് വരുമ്പോ മറന്നു പോകുന്നു.
പക്ഷെ ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്റെ അമ്മ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അരണയെ പഠിക്കത്തില്ല, അരണയ്ക്ക് ഓർമ്മയില്ല എന്ന് എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സ്റ്റോറിയാണ്. നമ്മള് പണ്ടത്തെ എന്താ പറയാ ഓരോ മുത്തശ്ശി കഥയെ പോലെയൊക്കെ നമ്മളും കേട്ടിട്ടുള്ള ഇങ്ങനെ പണ്ട് പോലെ ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനൊക്കെ ഇത് കേട്ടിട്ടുണ്ട്. അതേപോലെ ഇവരുടെ മുന്നത്തെ ഒരിതില്ലേ ഈനാമ്പച്ചി. പക്ഷെ ഈനാമ്പച്ചി അങ്ങനൊരു സ്റ്റോറി ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ ചില കാര്യങ്ങളൊക്കെ മറുത അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ സ്റ്റോറി വരുമ്പോൾ പണ്ടത്തെ നമ്മളുടെ നൊസ്റ്റു കുറച്ചും കൂടെ ഒന്ന് എന്താ നൊസ്റ്റൂസ് വരുന്ന ചെറിയ ചെറിയ കുട്ടി കുട്ടി സ്റ്റോറീസ് ആണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഒറ്റ സീൻ കണ്ടായിരുന്നു അതിനകത്ത് ബാലരമ വെച്ചേക്കുന്നത്. അതൊക്കെ ഇപ്പം വളരെ കുറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പം അധികം വായിക്കാണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പണ്ടൊക്കെ എന്താ പറയാ പണ്ടൊക്കെ വീട്ടിൽ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരുന്ന ഞങ്ങൾ ഓരോ ആഴ്ചയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. കാരണം ഭയങ്കരമായിട്ടൊരു സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്ന ഒരു ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഇതേപോലുള്ള വീഡിയോസ് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. വളരെ സമാധാനമായിട്ട് നമ്മള് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഭയങ്കര നൊസ്റ്റൂസ് വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ റിയാക്ഷനും എന്റെ ഈ കുപ്പി റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് സ്റ്റുഡിയോ എക്സ്പീരിയൻസിന്റെ ഇനിയും നല്ല നല്ല സ്റ്റോറീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഇറങ്ങട്ടെ. നല്ല നല്ല വീഡിയോസ് ഇറങ്ങട്ടെ. നമുക്ക് അതിനൊക്കെ റിയാക്ഷൻ വീഡിയോസ് ഇടാം. കാരണം എനിക്ക് വളരെ പേഴ്സണലി അവരുടെ വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പണ്ടത്തെ നോസ്റ്റൂസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോളൂ. എന്നാലും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസിന്റെ റിയാക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ ഗായ്സ് അത്രയേ ഉള്ളൂ. ടാറ്റാ.